ശ്രീ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ UDF സർക്കാർ ഒളിച്ചു കളിക്കുന്നു എന്ന് സമസ്ത മുഖപത്രം സുപ്രഭാതം. സർക്കാരിന്റേത് ജനവിശ്വാസത്തെ തോൽപ്പിക്കുന്ന കാൽവയ്പുകളാണ്. അധികാരത്തിലെത്തിയാൽ പദ്ധതി റദ്ദാക്കുമെന്നായിരുന്നു UDFന്റെ പ്രഖ്യാപനം. നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര വിമർശനം ഒഴിവാക്കിയെന്നും ഗവർണറുടെ അമിതാധികാര പ്രവണത ഒഴിവാക്കിയെന്നും സുപ്രഭാതം മുഖപ്രസംഗം വിമർശിക്കുന്നു. പ്രസാദ് ഉറുമ്പശ്ശേരി വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. പ്രസാദ്, എന്താണ് ഈ മുഖപത്രത്തിലെ വിമർശനങ്ങൾ? സേതു സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിലുള്ള വിമർശനം എന്ന് പറയുന്നത്, സർക്കാർ വന്ന് ഇപ്പോൾ ഒരു മാസമായിട്ട് പോലും ഇതിനകത്ത് നേരത്തെ അവർ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വീകരിച്ചിരുന്ന പല നിലപാടുകളും ഇപ്പോൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് വിമർശനത്തിന്റെ പ്രധാന കാതൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിമർശനമാണ്. PM ശ്രീയിൽ പുതിയ സർക്കാരുകളോട്, ഇപ്പോൾ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന പുതിയ സർക്കാരുകളോട്, പശ്ചിമ ബംഗാളിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും അവരോട് PM ശ്രീയിൽ ഒപ്പിടണമെന്നും അതല്ല എങ്കിൽ കേന്ദ്ര ഫണ്ടുകൾ കിട്ടില്ല എന്നുള്ള അവിടെ നിന്ന് കേന്ദ്ര നിർദ്ദേശം ലഭിച്ചിരുന്നു. പക്ഷേ അതിനകത്ത് ബംഗാൾ ഒപ്പിടുകയും പക്ഷേ തമിഴ്നാട് ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ച നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ PM ശ്രീ പദ്ധതി റദ്ദാക്കും, അതിൽ കരാറിൽ നിന്ന് പിൻവാങ്ങും എന്നതായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷേ അത്തരം ഒരു കാര്യം ഇപ്പോൾ മിണ്ടുന്നില്ല എന്നതാണ് പ്രധാനമായും വിമർശനമായി പറയുന്നത്. മറ്റൊന്ന്, നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്രത്തിനെതിരെ ഒരു വരി വിമർശനം പോലും ഇല്ല എന്നതുകൂടി ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. കേന്ദ്രത്തിന്റെ അവഗണന കഴിഞ്ഞ സർക്കാരുകൾ തുടർച്ചയായി ചൂണ്ടിക്കാണിക്കുന്നതാണ്. കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ സംസ്ഥാനത്തിന് വലിയ അവഗണന നേരിടുന്നു എന്നുള്ളത്. ഇപ്പോഴും ആ അവഗണന തുടരുന്ന സാഹചര്യത്തിൽ അതുപോലും ആ ഒരു വരി പോലും പറയാൻ തയ്യാറാകുന്നില്ല. ഗവർണർ വലിയ തോതിൽ അമിതാധികാര പ്രവണത കാണിക്കുന്നുണ്ട്. ഇപ്പോൾ VC-മാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കാണുന്നതാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ ഒന്നും സംസ്ഥാന സർക്കാരിന്റെ ഒരു ശക്തമായ നിലപാട് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതെല്ലാം വളരെ കൃത്യമായി പറയുകയും പക്ഷെ അധികാരത്തിൽ വന്നതിന് ശേഷം അക്കാര്യത്തിൽ ഒരു ഒളിച്ചുകളി തുടരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇവർ ഈ മുഖപ്രസംഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് തന്നെ എല്ലാ കാലത്തും എല്ലാവരെയും കബളിപ്പിക്കാനാകില്ല എന്ന സാമാന്യ തത്വം ഭരിക്കുന്നവർ മറക്കരുത് എന്നതുകൂടി പറഞ്ഞുകൊണ്ടാണ് ആ മുഖപ്രസംഗം അവസാനിപ്പിക്കുന്നത്. അതായത് സംഘപരിവാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ ഒരു ഒളിച്ചുകളി തുടരുന്നു എന്നുള്ളതാണ് സമസ്തയുടെ വിമർശനം. ശരിക്കും ഇപ്പോഴത്തെ വിഷയങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അങ്ങനെ തന്നെ തോന്നും അല്ലേ പ്രസാദ്? മൊത്തത്തിലൊരു ഡിപ്ലോമാറ്റിക് ലൈൻ അല്ലേ എല്ലാ വിഷയങ്ങളിലും? ഇപ്പൊ തിരഞ്ഞെടുപ്പിന് മുൻപ് സ്വീകരിച്ചിരുന്ന, പ്രതിപക്ഷ സ്ഥാനത്തിരുന്നപ്പോൾ സ്വീകരിച്ചിരുന്ന നിലപാടുകളല്ല ഇപ്പൊ ഭരണത്തിലേറിയ ശേഷം PM ശ്രീ അടക്കമുള്ള വിഷയങ്ങളിൽ. തീർച്ചയായും അതിനകത്ത് മുഖ്യമന്ത്രി തന്നെ പറയുന്നത് കേന്ദ്രവുമായി ഒരു നേരിട്ട് ഏറ്റുമുട്ടലിന് ഇല്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പോലും PM ശ്രീ വിഷയത്തിൽ ആവർത്തിച്ച് പറയുന്നത് ഇത് സർക്കാരുകളുടെ ഒരു തുടർച്ചയാണ്, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF-നകത്ത് തന്നെ വലിയ അതൃപ്തിയുണ്ട്, പ്രത്യേകിച്ച് ലീഗിനകത്ത് തന്നെ വലിയ അതൃപ്തിയുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ്, ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തതാണ്, ഈ PM ശ്രീയിൽ നിന്നും ഞങ്ങൾ പിന്മാറും, അത് റദ്ദാക്കും എന്നുള്ളത് ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ്. അപ്പോഴാണ് ഇപ്പോൾ കഴിഞ്ഞ സംസ്ഥാന സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ച് ഇത് തുടരാനുള്ള നീക്കം UDF-ന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിന്റെ ഒരു വിമർശനമാണ് ഇപ്പോൾ കാണുന്നത്. മറ്റൊന്ന്, ഈ കേന്ദ്ര വിമർശനം, കഴിഞ്ഞ സർക്കാരുകൾ നേരിടുന്ന കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. അത് പല പദ്ധതികൾക്കാണെങ്കിലും സംസ്ഥാന സർക്കാരിന് ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ള പരാതികൾ ഉയർന്നിരുന്നു. അപ്പോൾ അത്തരം ഒരു പ്രശ്നം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര വിമർശനം ഒഴിവാക്കി എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ VC-മാരുടെ നിയമനം, ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളൊക്കെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഗവർണർ അമിതാധികാര പ്രവണത കാണിക്കുന്നു എന്നുള്ളതാണ് അവരുടെ എല്ലാം വിമർശനത്തിന്റെ പ്രധാന കാതൽ. അപ്പോൾ അത്തരം വിഷയങ്ങളിലൊന്നും സംസ്ഥാന സർക്കാർ ഒരു ശക്തമായ നിലപാട് പറയുന്നില്ല, ഒരു വിമർശനം ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ് പൊതുവെ ഉരുത്തിരിഞ്ഞു വരുന്നൊരു അഭിപ്രായം. അതുകൊണ്ടുകൂടിയാണ് ഇത്തരം ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് അധികം നാളായിട്ടില്ല, പക്ഷേ എങ്കിൽ പോലും ആ വിമർശനം അവർ നേരിടുന്നതിന്റെ ഒരു പ്രധാന കാരണം ഇത്തരം വിഷയങ്ങളിൽ മുമ്പ് അവർ ആവർത്തിച്ച് പറഞ്ഞതാണ്, ഏറ്റവും ശക്തമായി പറഞ്ഞതാണ്, അതിനകത്താണ് ഇപ്പോൾ ഒരു മൗനം പാലിച്ച് നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ വിമർശനത്തിന് കാരണമായി മാറിയിട്ടുള്ളത്.